മലപ്പുറം പൊന്നാനിയിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി ആരംഭിച്ച പദ്ധതി 2 പതിറ്റാണ്ടായിട്ടും പൂർത്തിയായിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇന്ന് കാടുകയറി സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപാണ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി പൊന്നാനിയിൽ ഭൂമി ഏറ്റെടുത്ത് വീട് നിർമ്മാണം ആരംഭിച്ചത്. 60 വീടുകൾ നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യം. ചർച്ചകൾക്കൊടുവിൽ ഏറ്റെടുത്ത ഭൂമിയിൽ 120 കെട്ടിടങ്ങൾ നിർമ്മിച്ചു. കെട്ടിട നിർമ്മാണം പാളി. തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു 5 സെന്റോ 4 സെന്റോ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ വിറ്റ് അവരൊരു വീടുണ്ടാക്കിയിട്ട് ഇവരെ താമസിക്കുമെന്നാണ് ഞങ്ങൾ ഈ സർക്കാരിനോടും ഈ സർക്കാരിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. പദ്ധതി പൂർണ്ണമായും നിലച്ചതോടെ കെട്ടിടങ്ങൾ തകർച്ചയുടെ വക്കിലെത്തി. കാടുകയറിയ പ്രദേശം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വൈകുന്നേരമായി കഴിഞ്ഞാൽ MDM, കഞ്ചാവ് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളാണ്. പുതിയ തലമുറ കുട്ടികളൊക്കെ വരുന്നതാണ്. അവർക്കൊന്നും നേരെ ചുവ നടക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ. കാരണം അത്രക്കും മോശം പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശ കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകിയാൽ കടലോരത്തെ കുടുംബങ്ങളുടെ പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. വർഷങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിനും പരിഹാരമാകും. റിപ്പോർട്ടർ, തിരൂർ.